ജനാധിപത്യത്തിനായി ഒത്തൊരുമിച്ച് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി ഫെബ്രുവരി 17 പോപ്പുലർ ഫ്രണ്ട് ഡേ ആചരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇവിടെ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്നു എന്നതാണ്. ഈ ജനാധിപത്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് ഈ രാജ്യത്തെ ജനങ്ങൾ നൽകുന്ന സംഭാവന വളരെ മഹത്തരമാണ്. അതിനവരെ സഹായിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളാണ്. സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, നിയമത്തിനു മുന്നിലെ തുല്യത, ആവിഷ്കാര സ്വാതന്ത്ര്യം, വിയോജിക്കാനുള്ള അവകാശം, സംഘടിക്കാനുള്ള അവകാശം, പ്രതിഷേധിക്കാനുള്ള അവകാശം, ഇങ്ങനെ ഒട്ടേറെ പൗരസ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഈ രാജ്യത്തെ പൗരന്മാർക്ക്, ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ പൗരസ്വാതന്ത്ര്യങ്ങളെയെല്ലാം ഭരണകൂടങ്ങൾ റദ്ദു ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഭരണഘടനയുടെ മഹിതമായ ആശയങ്ങളെ കഴുത്തിനിരിച്ചു കൊല്ലുന്ന ഒരു പ്രവണത സമീപകാലത്ത്, പ്രത്യേകിച്ചും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്ത് വളരെ ശക്തമാണ്. ഒരു വശത്ത് നവലിബറൽ സാമ്പത്തിക നയങ്ങളെ താലോലിക്കുന്ന, കോർപ്പറേറ്റുകൾക്ക് അനുഗുണമായ നയങ്ങൾ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനവിരുദ്ധ പോളിസി സർക്കാർ പിന്തുടരുമ്പോൾ, മറുവശത്ത് വർഗീയതയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഭീഷണിയായി തീരുന്ന തരത്തിലുള്ള നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. നരേന്ദ്രമോദി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ജനങ്ങളുടെ സമ്പത്ത്, രാജ്യത്തിൻ്റെ ഖജനാവ്, രാജ്യത്തെ വിഭവങ്ങൾ ആഗോള കുത്തകൾക്ക് വേണ്ടി തുറന്നു വെച്ചു കൊടുക്കുമ്പോൾ ഈ രാജ്യത്ത് ഒരു ജനങ്ങൾ നിത്യ ദുരിതങ്ങളിലേക്ക് തള്ളി നീക്കപ്പെടുകയാണ്. മറുവശത്ത് ഇപ്പോൾ മോഡി അധികാരത്തിലേറിയതിനു ശേഷം നടന്നിട്ടുള്ള 600-ലേറെ കലാപങ്ങൾ തെളിയിക്കുന്നത് മോഡിയുടെ സഹപ്രവർത്തകരായ മന്ത്രിമാർ നടത്തുന്ന പ്രസ്താവനകൾ, അതുപോലെ തന്നെ വർഗീയ നടപടികൾ, ഖർവാപ്പസി, അതുപോലെ തന്നെ ചരിത്രവും വിദ്യാഭ്യാസവും ശാസ്ത്രവും കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ, ഹിന്ദുത്വ, ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ജനാധിപത്യം, സോഷ്യലിസം തുടങ്ങിയ പദങ്ങൾ, മതേതരത്വം, സോഷ്യലിസം തുടങ്ങിയ പദങ്ങൾ എടുത്തുമാറ്റാനുള്ള നീക്കങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉത്കണ്ഠ ഉളവാക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെയോ ന്യൂനപക്ഷങ്ങളുടെയോ മാത്രം ഉത്കണ്ഠയല്ല, മറിച്ച് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്ത് ജീവിക്കുന്ന, ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരൻ്റെയും ഉത്കണ്ഠയാണ്. അതുകൊണ്ട് ഈ ഉത്കണ്ഠകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഈ ഫാഷിസത്തിനും വർഗീയ നീക്കങ്ങൾക്കും, വർഗീയതയ്ക്കും ഫാഷിസത്തിനുമെതിരെ ജനശക്തി ഒരുമിപ്പിച്ചുകൊണ്ട് ജനാധിപത്യത്തിനായി ഒരുമിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഡേ ആചരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഡേയുടെ ഭാഗമായിട്ട് കേരളത്തിൽ കൊല്ലത്തും പാലക്കാടും 2 വലിയ പരിപാടികൾ നടക്കുന്നുണ്ട്. 33 ബാച്ചുകൾ വീതമടങ്ങിയ യൂണിറ്റി മാർച്ച്, അതുപോലെ ബഹുജന റാലി, പൊതുസമ്മേളനം, ജനാധിപത്യ അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ സന്ദേശം ജനലക്ഷങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ ക്യാമ്പയിൻ സംഘടന പ്രയോജനപ്പെടുത്തുകയാണ്. ഈ 2 പരിപാടികളിലേക്കും നല്ലവരായ എല്ലാ ആളുകളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്.